സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ യേശുവിൻ്റെ നിർദ്ദേശം അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷണം ഒരാത്മീയ കടമയായി യേശു നിർദ്ദേശിച്ചിരിക്കുന്നു. അതിനെ നാം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഏതർത്ഥത്തിൽ, എത്ര ഗൗരവത്തോടെ നാം പരിഗണിച്ചിരിക്കുന്നു, പരിഗണിച്ചെങ്കിൽ അത് പാലിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊന്തി വരുന്നുണ്ട്. അവ നിങ്ങളുടെ മനസ്സിലും സ്ഥിതി ചെയ്യുന്നു എന്ന് ഞാൻ കരുതുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവീൻ എന്ന് യേശു വളരെ ഊന്നലോടുകൂടെ അടിവരയിട്ട് പ്രഖ്യാപിക്കുവാൻ കാരണമായത്? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഞാൻ ദീർഘനാളുകളായി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. ആ ഒരവസ്ഥയിൽ കൂടെ പ്രാപിക്കുവാനിടയായ ഒരു തിരിച്ചറിവ് നിങ്ങളോട് പങ്കിടണം എന്ന വലിയ ആഗ്രഹം മനസ്സിനെ പെട്ടെന്ന് മഥിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അല്പം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ ഒരു വിഷയം നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിക്കാം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഷർട്ട് പോലും ഇടാൻ കൂട്ടാക്കാതെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഈ അൺഒഫീഷ്യൽ ഇംപ്രോപ്പർ ഗെറ്റപ്പ് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വസ്ത്രങ്ങൾക്ക്, മോടികൾക്ക്, ബാഹ്യമായ ആഭരണങ്ങൾക്ക്, ഭൂഷണങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുന്നവനല്ല എന്ന് ഇതിനോടകം നിങ്ങൾ മനസ്സിലാക്കി കാണും. എന്നാൽ മറ്റുള്ളവർക്ക് വിമിഷ്ടമുണ്ടാകാതിരിക്കത്തക്കവണ്ണം ഞാൻ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് സാധാരണ റെക്കോർഡ് ചെയ്യാറുള്ളത്. അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. നാം എന്തുകൊണ്ട് അന്വേഷിക്കണം? ലോകത്തിൽ എല്ലാ ബുദ്ധിജീവികളും ചിന്താശക്തിയുള്ളവരും ഒന്നുപോലെ സമ്മതിക്കുന്നൊരു കാര്യമാണ്, മനുഷ്യന് ലോകത്തിലൊന്നിനെയും അതിൽ തന്നെ എന്താണ് എന്നതിനെപ്പറ്റി തിരിച്ചറിയുവാനുള്ള കഴിവില്ല. ഇതിനെപ്പറ്റി ഏറ്റവും വ്യക്തമായ ചിന്ത അല്ലെങ്കിൽ സമീപന രീതി കരുപ്പിടിപ്പിച്ചെടുത്തത് ജർമ്മൻ ഫിലോസഫറായിരുന്ന ഇമ്മാനുവൽ കാന്ത് ആണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തും 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തും ആയി ജീവിച്ച ആ കാലഘട്ടം. അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായിരുന്നു ഹെയ്ഗൽ എന്ന് നമുക്കറിയാം. കാന്താണ് പറഞ്ഞത്, man cannot know anything in itself. ഏതെങ്കിലും ഒരു വസ്തു, ഒരു വ്യക്തി, ഒരവസ്ഥ, ഒരു സംഭവം അതിൽ തന്നെ എന്താണ് എന്നറിയുവാൻ ഒറ്റയാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അത് ദൈവത്തിനാണ്. God alone knows a thing as it is in itself. അപ്പോൾ എല്ലാത്തിനും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, ആസ് ഇറ്റ് ഈസ് ഇൻ ഇറ്റ് സെൽഫ്, അത് അതിൽ തന്നെ അതിനുവേണ്ടി എന്താകുന്നു. രണ്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടി എന്താകുന്നു, മറ്റുള്ളവർ അതിനെ എങ്ങനെ കാണുന്നു, മനസ്സിലാക്കുന്നു. ഇത് തമ്മിൽ ഒരിക്കലും ഒന്നായിത്തീരുകയില്ല എന്നുള്ളതാണ് കാന്തിൻ്റെ പക്ഷം. അത് വാസ്തവമാണ്. ഞാനതിനോട് 100% യോജിക്കുന്നു. അത് യേശുവിൻ്റെ ദർശനത്തിൽ തീർച്ചയായിട്ടുമുണ്ട്. അതിൽ നിന്നാണ് ഇവരൊക്കെയും കടമെടുത്തത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു വിഷയമാക്കണ്ട. അപ്പോൾ മനുഷ്യൻ ലോകത്തിൽ സൃഷ്ടിക്കുന്നത് മുഴുവനും ദൈവത്തെ പോലെയാണ് എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഞാൻ കാണുന്നത് മാത്രമാണ് ആത്യന്തികമായ സത്യം, ഞാൻ പറയുന്നതിനപ്പുറത്തൊന്നുമില്ല, ഞാൻ എനിക്ക് തന്നെ പോരുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് അന്വേഷിച്ചൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യവുമില്ല.
ഇതാണ് മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒന്നും പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടല്ല സൃഷ്ടിക്കുന്നത്. അത് യേശു വളരെ വ്യക്തമായി കുരിശിൽ നിന്ന് പ്രസ്താവിക്കുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ. അവർ ചെയ്തത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ ഞാൻ ഈ അവതരിപ്പിച്ച വിഷയം തീർച്ചയായും കുറച്ചുകൂടി സ്പഷ്ടമാകും. അതായത് ഒന്നും അതിൽ തന്നെ എന്താണ് എന്നറിയുവാനുള്ള കഴിവ് മനുഷ്യനില്ല. ആ കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും, നടപ്പാക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളും ഭാഗികമായ അറിവിൽ, ബാഹ്യതയുടെ അറിവിൽ, സൂപ്പർഫിഷ്യൽ നോളജ് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നാം ഭാഗികമായി മാത്രം അറിയുന്നു, എന്നാൽ പൂർണ്ണമായി അറിയുന്ന ഒരു കാലം വരും, അതിപ്പോഴായിട്ടില്ല. പൂർണ്ണമായത് വരുമ്പോൾ ഭാഗികമായത് മാറിപ്പോകും. എന്നാൽ ആ ഒരു ഘട്ടം എത്തുന്നത് വരെ, ആ ഘട്ടം ഇതുവരെ ആരും എത്തിയിട്ടില്ല. ലോകത്തിലുള്ള ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസർ പോലും ഒന്നും, ഏതെങ്കിലും ഒരു പുൽക്കൊടി പോലും, എ ബ്ലേഡ് ഓഫ് ഗ്രാസ്, അത് അതിൽ തന്നെ എന്താണ് എന്നറിഞ്ഞവരല്ല. എന്നാൽ നമുക്ക് ദൈവത്തെ അറിയാം. ദൈവത്തിൻ്റെ ABCD തൊട്ട് Z വരെ അറിയാം. ആൽഫ തൊട്ട് ഒമേഗ. ഞാൻ തന്നെ ആൽഫ ഒമേഗയുമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആൽഫയും ഒമേഗയും അറിയാമെന്ന് വരാം നമ്മൾ. അതിൻ്റെ അപകടം നാം തിരിച്ചറിയുന്നില്ല. അപ്പോൾ നാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണമെന്ന് യേശു പറയുന്നത് പ്രത്യേകിച്ച് മതത്തിൻ്റെ മേഖലയിലാണ് എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് മതത്തിൻ്റെ മേഖലയിൽ നാം പ്രത്യേകം ഇങ്ങനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടത്? അത് നാം ഇന്ന് വരെ ധരിച്ചു വച്ചിരിക്കുന്ന ധാരണയ്ക്ക് കടകവിരുദ്ധമല്ലേ? യേശു എല്ലാം പൂർത്തിയാക്കി, ഇതിനപ്പുറത്തൊന്നും അറിയാനില്ല. എന്നാൽ അതേ യേശു പറയുന്നു, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയക്കും, അവൻ നിന്നെ സകല സത്യത്തിലേക്കും വഴി നടത്തും. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഇത് നാം പരിഗണിക്കാറില്ല. നമുക്കറിയാവുന്ന ആ ചെറിയ കാര്യങ്ങൾ, ഒരു ഇട്ടാവട്ടം, അതിനപ്പുറത്ത് പ്രപഞ്ചമില്ല എന്ന ഒരു നിലപാടിലാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ട്. ലോകത്തിലുള്ള എല്ലാ സിസ്റ്റവും മതം ഉൾപ്പെടെ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനകത്ത് മനുഷ്യൻ ബിംബിഷ്ടപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ നമുക്ക് സിസ്റ്റത്തെയും സ്ട്രക്ചറിനെയും തച്ചുടയ്ക്കുവാനോ മെച്ചപ്പെടുത്തുവാനോ കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ പരിപാലിക്കാൻ സാധിക്കും. ആ ഒരു പ്രക്രിയയിൽ, ആ ഒരു ചുമതലയിൽ നാം അനുഷ്ഠിക്കേണ്ട അച്ചടക്കത്തെയാണ് യേശുവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ അന്വേഷിപ്പീൻ. ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും അവനെ ഭരിക്കുന്നത് അവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളല്ല, ആരുടെയോ വായിൽ നിന്ന് കേട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ കിട്ടിയ കാര്യങ്ങൾ അത് ഒരിക്കലും ആത്യന്തികമായ സത്യമാകയില്ല. നമ്മൾ ദൈവമല്ല. അതുകൊണ്ട് നാം എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത് നമ്മുടെ അറിവ് പരിമിതമാണ്. ഈ പറയുന്ന എനിക്ക് ആദ്യം ആപ്ലിക്കബിളാണ്. ഞാൻ എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സത്യം ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്, ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കരുത്. പിന്നെയോ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ കണ്ടെത്തണം. ഇങ്ങനെ ആധ്യാത്മികവും ബൗദ്ധികവുമായ ഉറക്കത്തിലായിരിക്കുന്നത്, ആജീവനാന്തം ഉറക്കത്തിലായിരിക്കുന്നത് ഒരു മനുഷ്യന് യോജിക്കുന്ന അവസ്ഥയല്ല എന്ന ഒരു ധാരണയിൽ മാത്രമാണ് ഞാൻ ഈ ശുശ്രൂഷ, ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാം അന്വേഷിക്കണം. അന്വേഷിക്കാത്തിടത്ത് നാം അന്ധരായിത്തീരും.
യേശു പറഞ്ഞു, ഞാൻ അന്ധരുടെ കണ്ണ് തുറക്കാൻ വന്നവനാണ്. എന്താണ് ഈ അന്ധത? രണ്ട് കണ്ണും പ്രവർത്തിക്കാത്ത അവസ്ഥയല്ല അന്ധത, അത് ശാരീരികമായ അന്ധത. ആത്മീയമായ അന്ധത എന്താണ്? അന്വേഷിക്കാതിരിക്കുക. എപ്പോൾ വിശ്വാസത്തിൽ നിന്ന് അന്വേഷണത്തിൻ്റെ അച്ചടക്കം മാറ്റുന്നുവോ അപ്പോൾ അവശേഷിക്കുന്നത് വിശ്വാസമല്ല, അന്ധവിശ്വാസമായിരിക്കും. എന്താണ് അന്ധവിശ്വാസം? മനുഷ്യനെ അന്ധനാക്കുന്ന വിശ്വാസമാണ് അന്ധവിശ്വാസം. അന്ധൻ്റെ വിശ്വാസമല്ല അന്ധവിശ്വാസം. മനുഷ്യനെ അന്ധനാക്കുന്ന വിശ്വാസമാണ് അന്ധവിശ്വാസം. അതുകൊണ്ടാണ് ദൈവത്തെ പോലും കാണാതെ വണ്ണം നമ്മുടെ വിശ്വാസം നമ്മുടെ കണ്ണടച്ച് കളയുന്നത്. ലോക യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യൻ്റെ അവസ്ഥയിൽ തിങ്ങി നിൽക്കുന്ന വേദനകളെയും അതിൽ നമുക്ക് ഉള്ള കടമകളെയും നിർവഹിക്കാവുന്ന ദൗത്യങ്ങളെയും ഒന്നും കാണാതെ ശൂന്യതയുടെ ഒരവസ്ഥയായി നമ്മുടെ വിശ്വാസ ജീവിതം അധപ്പതിച്ച് പോകത്തക്കവണ്ണം നമ്മുടെ കണ്ണിനെ അടച്ചു കളയുന്നത് ഈ അന്വേഷണമില്ലാത്ത വിശ്വാസം അഥവാ അന്ധവിശ്വാസമാകുന്നു എന്നീ തരുണത്തിൽ വളരെ വിനീതമായി എവരെയും അറിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ യേശു തന്നെ പറ്റി എന്താണ് പറയുന്നത്? മനുഷ്യപുത്രൻ അന്വേഷിക്കാനായി വന്നവനാണ്. എന്താണ്? കാണാതെ പോയതിനെ. എന്താണ് ഈ കാണാതെ പോകുന്നത്? മനുഷ്യൻ കാണാതെ പോകുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് അവൻ അന്വേഷിക്കാത്തപ്പോഴാണ്. മറ്റുള്ളവർ എന്നെ അന്വേഷിക്കാത്തത് കൊണ്ടല്ല ഞാൻ കാണാതെ പോകുന്നത്, അല്ല നഷ്ടപ്പെട്ടു പോകുന്നത്. ഞാൻ എനിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് അന്വേഷിക്കുവാനുള്ള എൻ്റെ ചുമതല ഞാൻ എപ്പോൾ ഉപേക്ഷിക്കുന്നു അപ്പോൾ ഞാൻ എനിക്ക് തന്നെ നഷ്ടമായി തീരും. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയിൽ ആണ്ടുകിടക്കുന്ന മനുഷ്യരെ കണ്ടുപിടിക്കുകയും അവരുടെ ഉള്ളിൽ ഈ അന്വേഷണ ബുദ്ധി ഉണർത്തിയിട്ട് അവർ സത്യത്തെയും ദൈവനീതിയെയും അന്വേഷിക്കുന്ന സജീവമായ സർഗാത്മകമായ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ മനുഷ്യരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ഉള്ളടക്കം എന്ന് സുവിശേഷങ്ങൾ നമ്മെ വ്യക്തമായി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യേശു നമ്മോട് പറഞ്ഞു, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അന്വേഷണ ബുദ്ധി ആയിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയത്തുടിപ്പ് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ആ അന്വേഷണത്തിൻ്റെ അച്ചടക്കത്തെ പാലിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അല്പം പോലും നൽകുന്ന ഏതെങ്കിലും സഭയോ സംവിധാനമോ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം നാം സഭയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മറ്റ് വിശ്വാസ സമൂഹങ്ങളുടെ ബന്ധത്തിൽ വിമിഷ്ടം അനുഭവിക്കുന്നില്ല എന്നത് ഒന്നിനെയും തെളിയിക്കുന്നില്ല. കാരണം ഒരു നിലപാടെടുക്കാത്തിടത്തോളം കാലം, നിർജ്ജീവമായി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആരും നമ്മളെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെയും നമ്മളെ അടിച്ച് പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല, നാം ഒരു തലവേദനയാണെന്ന് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നാം അന്വേഷിച്ച് തുടങ്ങുമ്പോൾ, എന്താണ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുക. സ്റ്റേറ്റസ് കോ, ഗോയിങ് ബിയോണ്ട് സ്റ്റേറ്റസ് കോ ഈസ് സീക്കിങ്, അല്ലേ? നിജസ്ഥിതിയിൽ നിന്ന് മുൻപോട്ട് പോകാനുള്ള കടമയാണ് ഈ അന്വേഷണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അത് വളരെ പ്രകടമായ സത്യമാണ്. എന്നാൽ എല്ലാ മതങ്ങളും, ഞാൻ ഒരു മതത്തെപ്പറ്റി മാത്രമല്ല, എല്ലാ മതങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് നിജസ്ഥിതിയുടെ അപ്പുറത്തേക്ക് നോക്കുന്നവൻ ധിക്കാരിയാണ്, അവൻ അവിശ്വാസിയാണ്, അവൻ ദൈവനിഷേധിയാണ് എന്നൊരൊറ്റ ആശയത്തിലാണ്. ഇതൊരു വലിയ ഒരു അപകടമേറിയ വിരോധാഭാസമാണ്, ഒരിടർച്ചയാണ് എന്ന് എല്ലാവരോടും ഞാൻ ദയവായി വിനീതമായി പറഞ്ഞുകൊള്ളട്ടെ. ഇതല്ല ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിക്കുന്നു. ഇനിയും യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. എങ്ങനെയാണ് സൽഗുണപൂർണരാകുന്നത്? പിതാവ് സൽഗുണപൂർണനാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാറ്റിനെയും അതിൽ തന്നെ ആയിരിക്കുന്നത് പോലെ, അതാണ് സത്യം എന്ന് പറയുന്നത്. എല്ലാറ്റിനെയും അല്ലെങ്കിൽ അവകളിൽ തന്നെ എന്തായിരിക്കുന്നു അതനുസരിച്ച് അവയെ മനസ്സിലാക്കുക, അതാണ് സത്യമെന്ന് പറയുന്നത്. അതായത് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ ആന്തരികമായ അവസ്ഥയും ബാഹ്യമായ അവസ്ഥയും തമ്മിൽ
ഒരു പൊരുത്തക്കേടുമില്ലാതെ രണ്ടും ഒന്നായിത്തീരുന്ന അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ ദൈവത്തിൽ മാത്രം. അതാണ് പൂർണ്ണത. സൽഗുണ പൂർണ്ണത എന്ന് പറഞ്ഞാൽ അതാണ്. അത് ദൈവത്തിൽ കാണുന്നു. ദൈവം എല്ലാം അറിയുന്നവൻ, ഓംനീഷ്യൻ, സർവജ്ഞാനി എന്ന് നാം പറയുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളും വെളിയും ഒന്നാണ്. എല്ലാറ്റിനെയും അതിൽ തന്നെ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ്. മനുഷ്യൻ എല്ലാറ്റിനെയും എങ്ങനെയാണ് അറിയുന്നത്? ബാഹ്യതയിൽ കൂടെ മാത്രമാണ്. ഒന്നിൻ്റെയും ഉള്ളിൽ കടന്ന് നുഴഞ്ഞു കയറി പ്രവേശിച്ച് പരിശോധിച്ച് അതിൻ്റെ സത്യ അവസ്ഥ തന്നെ ബോധ്യപ്പെടുത്തുവാൻ ഒരു മനുഷ്യർക്കും കഴിവില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടു പോകുന്നത്. അപ്പോൾ ബാഹ്യമായ ചില അടയാളങ്ങളെ മാത്രം ആസ്പദമാക്കി, ബാഹ്യമായ ചില ചില സൈൻസ് ആൻഡ് സിംറ്റംസ്, ചില സജഷൻസ്, അത് മാത്രം ആസ്പദമാക്കിയാണ് നാം ഓരോ കാര്യങ്ങളും. അതുകൊണ്ടാണ് നാം വഞ്ചിക്കപ്പെടുന്നത്. ഞാൻ ഒരിക്കലും എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഒരു ലേഡി ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ താമസിക്കുകയാണ്. എൻ്റെ ഭാര്യ അവിടെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒഫീഷ്യൽ റെസിഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലേഡി ഡോക്ടർ കൂടി ഞങ്ങളുടെ വീട്ടിൽ വന്നു. നോക്കിയപ്പോൾ അവിടെ മുഖത്തൊക്കെ മുറിവുണ്ട്, കയ്യിലൊക്കെ മുറിവുണ്ട്. അപ്പോൾ അത് എൻ്റെ കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന വ്യക്തിയുടെ മരുമകളാണ്. അതുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഓടി വന്ന് പറഞ്ഞു, രക്ഷിക്കണം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എൻ്റെ ഭർത്താവ് എന്നെ അറ്റാക്ക് ചെയ്തു, എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾ പ്രേമിച്ച് കിട്ടിയവരായിരുന്നല്ലോ. പറഞ്ഞാന്ന്. പിന്നെ എന്ത് പറ്റി? അന്നേരം പറഞ്ഞത്, ഞാൻ അന്ന് കണ്ട ആളല്ല ഇന്ന് എന്ന് പറഞ്ഞു. ഇതാണ് ലോക യാഥാർത്ഥ്യം. അന്ന് കണ്ടത് ബാഹ്യതയിൽ കൂടെ മാത്രമാണ്. ഈ വ്യക്തിയുടെ ഉള്ളിൽ കടന്ന് ഇവൻ ഏത് തരത്തിലുള്ള, ഇവൻ എന്ത് പ്രതിഭാസമാണെന്നറിയാനുള്ള കഴിവ് ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ബാഹ്യമായ പ്രകടനത്തിൽ വശീകരിക്കപ്പെട്ട അവൾ ഇതൊരു വലിയ നേട്ടമാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പുറകെ പോയി അതിൻ്റെ യാതന അനുഭവിച്ച് അവസാനം അവർ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇംഗ്ലണ്ടിൽ പോയി. അവർ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു നരകം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു വലിയ പ്രശ്നം. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കരുത്. ദയവായി നിങ്ങളൊന്നും ഈ കാണുന്ന അപ്പിയറൻസ് അനുസരിച്ച് നിങ്ങൾ ഒന്നിനും വില കൊടുക്കരുത്. ലോകത്തിൽ പലരും നിങ്ങളെ ഇമ്പ്രസ് ചെയ്യുന്നത് അവരുടെ ഈ ബാഹ്യമായ ജാട കൊണ്ടാണ്. വലിയ കുപ്പായമൊക്കെ ഇട്ട്, സ്വർണ്ണ നൂല് വെച്ച് ഓടിച്ച്, പിന്നെ കാപ്പയിട്ട്, കോപ്പിട്ട്, മറ്റേതിട്ട്, മറിച്ചേതിട്ട്, ഇങ്ങനെ വലിയ തൊപ്പിയോ കിരീടം പോലുള്ള തൊപ്പിയൊക്കെ വെച്ച് കുരിശിങ്ങനെ ഇവിടെ തൂക്കിയിട്ട്, പിന്നെ ഇങ്ങനെ കുരിശും കൊണ്ട് ഇങ്ങനെ നടന്നു, അങ്ങനെ നടന്നു. പിന്നെ ഭക്തി. ഇതുകൊണ്ടൊന്നും നിങ്ങൾ വീണു പോകരുത്. ഈ ബാഹ്യമായ പ്രകടനത്തിനെ തുളച്ച് അകത്ത് ചെന്ന് സത്യം തിരിച്ചറിയുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ദാനമായ വിവേചന ശക്തി, ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഡിസേൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിസേൺമെൻറ്റ്? ഈ ബാഹ്യമായ ഈ പ്രകടനത്തിന് പുറകിൽ വർത്തിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നിനക്ക്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആ ശക്തി നിനക്ക് നൽകുന്നത്, അല്ല കഴിവ് നൽകുന്നത്? പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ ആത്മാവായതുകൊണ്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉള്ളും പുറകും ഒരുപോലെ തിരിച്ചറിയുവാൻ കഴിവുള്ളവൻ സർവജ്ഞനായ ദൈവം മാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ എന്താണെന്നും എൻ്റെ ബാഹ്യമായിട്ട് ഞാൻ എന്തൊക്കെയാണ് കാണിച്ച് നടക്കുന്നതെന്നും എല്ലാം അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലെ അവസ്ഥ കാണണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ഈ വിവേചന ശക്തിയെ ഉപയോഗിച്ച് എന്നെ പരിശോധിക്കൂ, എന്നെ അന്വേഷിക്കൂ. അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അതുവരെ നിങ്ങൾ കണ്ടെത്തുകയില്ല. അതുവരെ നിങ്ങൾ എന്നോട് ബന്ധം പുലർത്തുന്നെങ്കിൽ നിങ്ങളുണ്ടാക്കിയ സങ്കല്പങ്ങൾ മിഥ്യകളനുസരിച്ച് മാത്രമാണ്. ഞാനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമല്ല. എന്നെപ്പറ്റി നിങ്ങളുണ്ടാക്കുന്ന മിഥ്യകളുമായിട്ട് മാത്രമേ നിങ്ങൾക്ക് ബന്ധമുള്ളൂ. യേശു നമ്മളുമായിട്ടുള്ള ബന്ധം അങ്ങനെ തന്നെയാണ്. നാം ആരും യേശുവിനെ അറിയുന്നില്ല. യേശുവിനെപ്പറ്റി ആരാണ്ടൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു, അതനുസരിച്ച് നമ്മളൊരു ബന്ധമുണ്ട് എന്ന് നാം വിചാരിക്കുന്നു. ആ ബന്ധം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തുണ്ടാകണം? ഇപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ യേശുവിൻ്റെ ശരീര രക്തങ്ങളെ ഭുജിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ അതെന്താണെന്നോ, അതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്നോ, എൻ്റെ വ്യക്തിത്വം അതുകൊണ്ട് എത്രമാത്രം പുഷ്ടിപ്പെടണമെന്നോ, ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം അന്വേഷിക്കുന്നില്ല എന്നതാണ്.
നാം ഞായറാഴ്ച പോയി പുരോഹിതൻ്റെ മുമ്പിൽ വാവിളിക്കുന്നതിന് മുൻപ് അന്വേഷിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണ്. ഇത് അർത്ഥമില്ലെങ്കിൽ പിന്നെ നാം എന്തിനാണ് ഇത് ആചരിക്കുന്നത്? എന്തെങ്കിലും അർത്ഥം കാണുകയല്ലേ? അർത്ഥമുണ്ടെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കണ്ടേ? അർത്ഥം മനസ്സിലാക്കാതെ നമ്മളെ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ അർത്ഥം അന്വേഷിക്കാതെ പോയി നിന്ന് കൊടുക്കുന്നത്. നിങ്ങളൊരു പശുവിനെ കറക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പശുവിനോട് ചോദിച്ചാൽ പശു അമറും. അല്ലാതെ പശു എന്ത് ചെയ്യാനാ? അല്ലെ വാലിട്ടൊന്നാട്ടും. വാലിട്ടാട്ടം പോയി കൊതുക് കടിക്കണം. ഞാനീ പശുവിൻ്റെ വാല് കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നതെന്നറിയോ, ഈ കൊതുകിൻ്റെ കടി എത്ര കട്ടിയായിട്ടാണ് പശുവിന് ഈ വാല് മുളച്ചത്. പശുവിന് വാലില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഈ കൊതുകിൻ്റെ കടി കൊണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അതിൻ്റെ എല്ല് പോലും പിടഞ്ഞിട്ടാണ് ഈ വാല് കിളിച്ച് വന്നതെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ആയിരിക്കുകയില്ല, അതിനെപ്പറ്റി തെളിവൊന്നും എൻ്റെ ഇല്ല. കാരണം ഞാൻ ചിന്തിക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്വേഷിപ്പീൻ, നിങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നതിനെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. അത് പറഞ്ഞു ഇത് പറഞ്ഞു. പിന്നെ 1-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഡെസേർട്ട് ഫാദേഴ്സ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ സെയിൻറ്റ് അഗസ്റ്റിനോ ഹിപ്പോ ഇങ്ങനെ പറഞ്ഞു, പിന്നെ പോപ്പ് എർബൻ II അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ മാതാവിനെ കൊണ്ട് കൃപാസനത്തിൽ ഇങ്ങനെ പറയിപ്പിക്കുന്നു എന്നൊക്കെ കിംവദന്തി കേട്ട് അതിൻ്റെ പുറകെ ഓടുന്നതിന് പകരം നിങ്ങൾ അന്വേഷിപ്പീൻ. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യസന്ധതയെപ്പറ്റി നിങ്ങൾ തിട്ടം വരുത്തിയ ശേഷം മാത്രം അത് നിങ്ങളുടേതായിട്ട് മാത്രം നിങ്ങൾ വിശ്വസിപ്പീൻ. അതിനെ അനുസരിച്ച് നിങ്ങൾ ജീവിപ്പീൻ. അല്ലാതെ ഏതെങ്കിലും കിംവദന്തി കേട്ടു അതിൻ്റെ പുറകെ ഓടാതെ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതെ, നിങ്ങളുടെ സുബോധം നശിപ്പിക്കാതെ അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. ആ ഒരു വലിയ അച്ചടക്കത്തെ ഓരോ വ്യക്തിയുടെയും മതപരമായ സമനില തെറ്റാതെ അവനെ കാത്തു സൂക്ഷിപ്പാൻ പര്യാപ്തമായ ഒരു വലിയ ആത്മീയ അച്ചടക്കത്തെയാണ് യേശു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുകയില്ല. മുഖവിലയ്ക്കെടുത്താൽ അത് മനസ്സിലാകുകയില്ല. ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ഇസ് നോട്ട് വെരി ഓബ്വിയസ് that Jesus is actually propounding a principle of extreme significance. അപ്പോൾ അത് അന്വേഷിച്ച് മനസ്സിലാക്കുവാൻ, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ റെലവൻസ്, അതിൻ്റെ ശക്തി, അതിൻ്റെ നമ്മെ സംരക്ഷിപ്പാനുള്ള അതിൻ്റെ കഴിവ്, ഇത് മനസ്സിലാക്കി ആ ഒരു അച്ചടക്കം കണ്ണുമടച്ച് ഒന്നും വിശ്വസിക്കാതെ അന്വേഷിച്ച് കണ്ടെത്തി പൂർണ്ണമായ തൃപ്തി വരുത്തിയ ശേഷം മാത്രം അത് സ്വീകരിക്കുക. അപ്പോൾ എല്ലാവരും പറയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണമെന്ന്. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. നിങ്ങൾ കണ്ണു തുറന്ന് അന്വേഷിപ്പീൻ. അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളെ പരിപൂർണമായ നിങ്ങൾക്കതിൽ ബോധ്യം വന്നിട്ട് അത് നിങ്ങളുടെ വിശ്വാസമായി തീരുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പ്രവർത്തിപ്പീൻ. അപ്പോൾ മാത്രമേ നിങ്ങൾക്കൊരാത്മീയമായ വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ. അതാണ് ഞാൻ യേശുവിൽ കണ്ടതും കേട്ടതും വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ച ഒരാളല്ലായിരുന്നു യേശു എന്ന് ഞാനായിട്ട് നിങ്ങളോട് പറയണം. യേശുവിന് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യങ്ങളനുസരിച്ച് മാത്രമേ യേശു പ്രവർത്തിച്ചിട്ടുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണത്തിലെ വിരുന്നിൽ വീഞ്ഞ് തീർന്നപ്പോൾ അവൻ്റെ അമ്മ വന്ന് അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അമ്മ പറഞ്ഞത് കൊണ്ട് ചെയ്യുന്ന ആളല്ല യേശു. അവൻ ആന്തരികമായി അന്വേഷിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇത് തന്നെ പറ്റിയുള്ള പിതാവിൻ്റെ ഹിതമാണ് എന്ന് പൂർണ്ണമായി തിരിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് യേശു പ്രതികരിക്കുന്നത്. അതാണ് നമുക്ക് നൽകപ്പെട്ട മാതൃക. അതിന് പകരം ദൈവം തന്ന മൂള ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ ആരെങ്കിലും പറഞ്ഞതൊക്കെ കേട്ട് മാത്രം ജീവിക്കുക, വഞ്ചിക്കപ്പെട്ട് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയോ എന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം മൃതപ്രായരായ മനുഷ്യരെന്ന് വചനം പറയുന്നത് പോലെ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് വിശ്വാസ ജീവിതമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിപ്പീൻ, അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണത്, കണ്ടെത്തുന്ന അവസ്ഥ. എല്ലാവർക്കും നന്മയുണ്ടാകും.